ഷെഹലയുടെ ഒരു ഒളിച്ചോട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? വേണമെങ്കിൽ അലി മാങ്കോത്ത് എന്ന് പറയുന്ന വ്യക്തി ഇട്ട് ആ വീഡിയോ കാണാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കാണാം. ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. ഒളിച്ചോടി എന്നതിനുള്ള തെളിവ് പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊടുത്ത പരാതി തന്നെയാണ്. പിന്നെ നാട്ടുകാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തെളിവിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ CCTV ക്യാമറ ഫുട്ടേജിൽ വ്യക്തമായിട്ട് ഇയാളുടെ കൂടെ നടക്കുന്നതും പോകുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടു എന്നുള്ളത് ആളുകൾ സത്യം പറയാച്ച ഇത്തരം കാര്യങ്ങൾ കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും ആളുകൾക്ക്. അപ്പൊ അവരത് ക്യൂരിയോസിറ്റിയോട് കൂടി കാത്തിരിക്കും, അത് വന്ന് അങ്ങ് ചാടി കാണും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ചില ആളുകൾ കമന്റ് ബോക്സിൽ കിടന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ട്. അതേപോലെ ആ പുരുഷനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. നിങ്ങളത് ആലോചിക്കണേ. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് സ്വന്തം ഫാമിലിയെയും വഞ്ചിച്ച്, രണ്ടുപേരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ഫാമിലിയെ വഞ്ചിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർക്ക് നിയമപരമായിട്ട് ബന്ധം വേറിട്ടതിന് ശേഷം അങ്ങ് പൊക്കൂടായിരുന്നില്ലേ? ഈ ഷഹലയെ കുറിച്ചിട്ട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട്, ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിനോ പോലീസിനോ പോലും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ്. പോലീസിന് ഈ CCTV ക്യാമറ ഫോട്ടേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തു വിടാൻ നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കെതിരെ പരാതി ഉള്ളതാണല്ലോ, മിസ്സിംഗ് പരാതി ഉള്ളതാണ്. ഇനി മിസ്സിംഗ് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന് വീണ്ടും ഒരു പരാതി കൊടുക്കാം. അതേപോലെ ആ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് എതിരെ അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഫാമിലിക്കും ഇതേപോലെ തന്നെ ഒരു പരാതി നൽകാന്നുള്ളതാണ്. പക്ഷെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും അല്ലടോ. ഈ സ്ത്രീയെ കുറിച്ച് ആ നാട്ടുകാർ വളരെ നല്ല അഭിപ്രായം പറയുന്നു. അവരുടെ പ്രവാസിയായ ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഡാനി സത്യൻ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തി. അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി ചെന്ന് കണ്ടെത്തിയ കുറച്ച് ഡാറ്റ, കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് കേട്ടോക്കാം നമുക്ക്. അപ്പോൾ ഷഹല കറക്റ്റ് വയസ്സ് എന്ന് പറഞ്ഞാൽ 29 വയസ്സാണ്. കറക്റ്റ് 28-29 വയസ്സ്. 18ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുകയൊക്കെ. കുട്ടിയുടെ ഹസ്ബൻഡ് പേര് ജെയ്സൽ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷഹല പോയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഉടമയുടെ കൂടെ എല്ലാവരും അറിഞ്ഞാൽ മൊബൈൽ ഉടമയുടെ കാര്യം. അയാൾക്ക് ഷോപ്പിൽ അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ചെയ്യുവാണ്. അവരങ്ങനെ ഫോൺ നന്നാക്കാൻ പോയ സമയത്താണ് ഉള്ള പരിചയമാണ്. സത്യത്തിൽ അങ്ങനെ ഫോൺ നന്നാക്കാൻ പോയുള്ള സമയത്ത് അവനെ കുറിച്ച് പറയുവാണെങ്കിൽ അവൻ അത്യാവശ്യം ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ് സാധനമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി ചാടിപ്പോയി ഒരുത്തി എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ ഇവരെക്കുറിച്ച് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. നല്ലത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. നല്ല അഭിപ്രായമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലാണ്. പെൺകുട്ടി അത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ കഷ്ടപ്പാട് കൊണ്ടായിട്ടുള്ള രീതിയിലാണെന്നുള്ള രീതിയിലാണ് സംസാരം വരെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു അതെന്താ അങ്ങനെ പറയുന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കുറച്ച് കിടക്കാം. ഈ പറയുന്ന ചെറുക്കന, ഈ ഷഹലയുടെ ഹസ്ബൻഡുള്ള നമുക്ക് വീഡിയോ വ്യക്തി, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഈ കുടിയോ വലിയോ അങ്ങനെ ആയിട്ടുള്ളതൊന്നും ഇല്ലെന്നാണ് ആൾക്കാർ പറയുക ചെയ്യുന്നത്. അതും നല്ലൊരു അഭിപ്രായമായിട്ടാണ് പുള്ളിയെ കുറിച്ചും പറയുന്നത്. പിന്നെ ഷഹലയ്ക്ക് ആ വീട്ടിൽ വോയിസ് ഇല്ല. എല്ലാം ഈ പറയുന്ന ചേച്ചിയാണ് ചെയ്യുന്നത്. ചേച്ചിയാണോ അനീതിയാണോ അറിയത്തില്ല. ഇവന്റെ ഈ ഹസ്ബൻഡിന്റെ, എൻ്റെ പേര് ജെയ്സലിന്റെ സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് ചെയ്യുന്നത്. ഇപ്പം പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിലും ഈ പറയുന്ന സഹോദരിക്കാണ് കൊടുക്കുന്നത്. മാസത്തിൽ 500-600 രൂപ മാത്രമേ ഈ പറയുന്ന അവരുടെ ചെലവിന് വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആരുടെ ഈ പോയ പെണ്ണിന്റെ ഷഹലയ്ക്ക് കൊടുക്കുന്നത്. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സഹോദരിക്കാണ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു വോയിസ് ഇല്ല. ഈ കേട്ടത് സത്യമാണെങ്കിൽ ആ ഒരു സ്ത്രീക്ക് പരിഗണന എന്നൊരു സാധനം ഈ മനുഷ്യൻ കൊടുത്തിട്ടില്ല.
പരിഗണന അത് വേണം. നമ്മുടെ ഭാര്യയെ നമ്മൾ യന്ത്രമായിട്ട് കാണരുത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അയച്ചു കൊടുക്കേണ്ട പൈസ അത് അവർക്ക് തന്നെ അയച്ചു കൊടുക്കുക. അവർക്ക് കിട്ടേണ്ട സ്നേഹം അത് അവർക്കാണ് കിട്ടേണ്ടത് അല്ലേ? ഭർത്താവിനോട് പൈസ ചോദിക്കുമ്പോൾ ഭർത്താവിന്റെ ചേച്ചിക്ക് അല്ലെങ്കിൽ അനുജത്തിക്ക് അയച്ചു കൊടുത്തിട്ട് അവർ കുടുംബം നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക അവർക്ക്? കുടുംബനാഥ എന്നാണ് നമ്മൾ വീട്ടുകാരെ പറയുക. റേഷൻ കാർഡിൽ പോലും ഗൃഹനാഥ എന്ന് എഴുതിയിട്ടുള്ളത്. അതേപോലെ മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. സ്ത്രീക്കാണ് നമ്മൾ എപ്പോഴും പരിഗണന ആദ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ജെയ്സൺ അല്ലെങ്കിൽ ജെയ്സൽ, പേർക്ക് വ്യക്തമായി മനസ്സിലായില്ല, ആ ഒരു മനുഷ്യൻ ചെയ്തതിൽ ഒരു വലിയ വിഡ്ഢിത്തരം എന്നുള്ളതാണ്. നാട്ടുകാർക്കൊക്കെ അവരെ കുറിച്ച് നല്ലത് പറയാനുണ്ടാവും. പക്ഷേ നമ്മൾ പുറത്ത് കാണുന്ന ഈ ഒരു ചിരി മാത്രമാവില്ല, അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ ഒരു ഒളിച്ചോട്ടത്തിനെ ന്യായീകരിച്ചിട്ടല്ല കേട്ടോ. ഒരിക്കലും ഒളിച്ചോട്ടത്തെ ന്യായീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിന് കാര്യം പറയുക, തലാക്ക് ചൊല്ലുക, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒഴിവാക്കുക, മറ്റാളത് ചെയ്യുക, പോവുക. പക്ഷെ ആ മണഗുണാഞ്ചൻ സ്വന്തം ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് പോകുമ്പോൾ അവന്റെ കൂടെ പോകുന്നത് ഈ സ്ത്രീക്ക് എന്താണ് കിട്ടാൻ പോണേ? വലിയ പണി കിട്ടാൻ സാധ്യതയില്ലേ? ഇനി ഇതിന്റെ മുന്നിൽ വല്ല ഡ്രാമയും നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ജയ്സലിനെയൊക്കെ ഒന്ന് പൊട്ടം തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ചിലപ്പോൾ വല്ല നാടകം കളിച്ചാണെന്നും കൂടി പറയാൻ കഴിയില്ല. അങ്ങനെ നാടകം കളിച്ചതാണെങ്കിൽ പോലും നാറാനുള്ളതൊക്കെ നാറിയിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒളിച്ചോട്ട കഥയെ കുറിച്ചിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കരുത്, ന്യൂസിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സ്വന്തം നിഴല് പോലും ഉണ്ടാവില്ല കൂടെ, തിരിച്ചു വന്നാൽ വീടുണ്ടാവൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിന്നിടൂ. അല്ലെങ്കിൽ ഈ വിഷമമൊക്കെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയാ. ഈ സുഹൃത്തിനോട് പറയലാണ് കോമഡി എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ വഴിയാണ് പല ആളുകളും പല ആളുകളോട് സങ്കടം പറയാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കാണാറ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ആ സങ്കടം പറച്ചാൽ അവൻ കെയർ ചെയ്തിട്ട് അവസാനം എന്താക്കും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കേടുവന്ന് നേരാക്കാൻ കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് പരിചയപ്പെടുന്നു, ആ പരിചയം പതുക്കെ ഈ ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾ ഇത് ഫുള്ള് പ്രവാസികളുടെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. വേറൊരു നരേഷനിലേക്കൊന്നും കൊണ്ടുപോകരുത്, ദയവ് ചെയ്ത് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് അയാളുടെ ലൈഫിൽ സംഭവിച്ചതാണ്. മറ്റുള്ള ആളുകളിലേക്ക് കണക്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും CCTV ക്യാമറ ഫുട്ടേജ് ഇവർ പോയി എന്നുള്ളതിന്റെ മറ്റൊരു തെളിവും കൂടി പുറത്തു വന്നു എന്നുള്ളതാണ്. പോയി എന്ന കാര്യത്തിൽ ഇനി തർക്കമൊന്നുമില്ല. പക്ഷെ തെളിവുകൾ ഓരോ ദിവസവും ഓരോ ആളുകൾ ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ആളുകൾക്ക് ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ചില വീഡിയോസിനൊന്നും തീരെ റീച്ച് വരാത്തത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക റീച്ച്, ജനങ്ങൾക്ക് അത് കൗതുകമുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും പറയുന്ന കാര്യമാണ്, എന്തിനാണ് അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നത്, ഇവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളതെടുത്ത് റിയാക്ട് ചെയ്യും. നമ്മുടെ ജോലിയും കൂടി അതാണല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, വേറെ ഒന്നുമില്ല. ഒളിച്ചോട്ടം ഒരു കലാപരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം കുടുംബക്കാരെയും നാട്ടുകാരെയും ഒരേപോലെ നാണം കെടുത്താനും കരയിപ്പിക്കാനും കഴിയും. ഇപ്പോൾ ഇവരുടെ പേരെന്താണ്, ഷഹല എന്നല്ലേ, കോഴിക്കോട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വേറൊരു നാടിന്റെ പേര് പറയുന്നു. ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇനി ആ പെൺകുട്ടി ഒളിച്ചോടിയത് ആ നാട്ടിലല്ലേ എന്ന രീതിയിലാണ് വരിക. അപ്പോൾ ഒളിച്ചോടാൻ പോകുന്ന ആളുകൾ അതും കൂടി ഒന്ന് പരിശോധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഭർത്താവിനോട് പറയുക എനിക്ക് താല്പര്യമില്ല, നമുക്ക് ബന്ധം വേറിടാം. ഭാര്യയെ താല്പര്യമില്ലെങ്കിൽ ഭാര്യയോട് പറയുക നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒഴിവാകുക എന്നുള്ളതാണ്. പിന്നെ കാമം, ഈ ഒരു സാധനമാണ് എല്ലാവരും കുത്തി തിരികെ കയറ്റിയേക്കുന്നത്. ഈ ഒരു കാമം മാത്രമല്ല, സ്നേഹം എന്നൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ അത് കിട്ടുന്നിടത്തേക്ക് തുരന്നങ്ങ് പോകും. ചില ആളുകൾ അത് തുരന്ന് ഉണ്ടാക്കി വാങ്ങും. ചില ആളുകൾ അത് നടിക്കും. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാമം യൂസ് ചെയ്ത് അവസാനം ചണ്ടിയാക്കി അങ്ങ് ഒഴിവാക്കും. അപ്പൊ ഷെഹലയെ ന്യായീകരിക്കുന്ന ആളുകളും ഈ മൊണങ്ങണാഞ്ചല്ലേ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ, അവനെ ന്യായീകരിക്കുന്ന ആളുകളും ആത്മപരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും തെളിവുകൾ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ വരുമായിരിക്കാം. അപ്പോൾ വീണ്ടും വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.